ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി വീണ്ടും പുതിയ 6 അന്തർവാഹിനികൾ കൂടി നിർമ്മിക്കാനുള്ള കരാർ ഇന്ത്യ ജർമ്മൻ സംയുക്ത കമ്പനിക്ക്. പൊതുമേഖല കപ്പൽ നിർമ്മാണ സ്ഥാപനമായ മസഗോൺ ഡോക്യാർഡ്, ജർമ്മൻ കമ്പനിയായ തസൈൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റം എന്നിവരുടെ സംയുക്ത സംരംഭത്തിനാണ് അന്തർവാഹിനി നിർമ്മിക്കാനുള്ള കരാർ ലഭിക്കുക. ഏറെതരം സമുദ്രാന്തർഭാഗത്ത് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനമുള്ള അന്തർവാഹിനികളാണ് നാവികസേന ആവശ്യപ്പെട്ടിരുന്നത്. ഇതിലേക്കായി സ്പെയിൻ ആസ്ഥാനമായ നവന്തി എന്ന പ്രതിരോധ കമ്പനിയും ഇന്ത്യൻ കമ്പനിയായ LRTയും ചേർന്നുള്ള സംരംഭം കരാർ ലഭിക്കാൻ ടെൻഡറിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ നവന്തി മുന്നോട്ട് വെച്ച എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയേക്കാൾ നാവികസേനയ്ക്ക് ബോധിച്ചത് ജർമ്മൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യയാണ്. പ്രൊജക്ട് 75I എന്ന പദ്ധതി പ്രകാരമാണ് അന്തർവാഹിനികൾ നിർമ്മിക്കുക. പ്രതിരോധ മന്ത്രാലയം അന്തർവാഹിനി ഇടപാടിനായി നിശ്ചയിച്ചിരുന്നത് 43,000 കോടി രൂപയായിരുന്നു. എന്നാൽ ജർമ്മൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യ പ്രകാരം അന്തർവാഹിനികൾ നിർമ്മിക്കണമെങ്കിൽ ഏതാണ്ട് 70,000 കോടി രൂപയാകുമെന്നാണ് വിലയിരുത്തൽ. കരാക്രമണത്തിനുള്ള ശേഷി, കപ്പലുകളെ ആക്രമിക്കൽ, അന്തർവാഹിനികളെ ആക്രമിക്കൽ, രഹസ്യ വിവരശേഖരണം എന്നിവ നടപ്പിലാക്കൽ തുടങ്ങിയവയാണ് നാവികസേന അന്തർവാഹിനികളുടെ സവിശേഷതകളായി ആവശ്യപ്പെട്ടിരുന്നത്. ഇതിനോടൊപ്പം തന്നെ അന്തർവാഹിനികൾ അത്യാധുനിക എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നതാകണമെന്നും നാവികസേന നിഷ്കർഷിച്ചിരുന്നു. നിലവിൽ ജർമ്മൻ നാവികസേനയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള ടൈപ്പ് 214 ക്ലാസ്സിൽപ്പെടുന്ന അന്തർവാഹിനിയായിരിക്കും ഇന്ത്യക്കായും നിർമ്മിക്കുക. ഇവ ഇന്ത്യൻ നാവികസേനയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യും. കടലിൽ പരമാവധി ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യ. പരമ്പരാഗത ഡീസൽ എഞ്ചിൻ അന്തർവാഹിനികൾക്ക് ഓക്സിജൻ ശേഖരിക്കാനും ബാറ്ററികൾ ചാർജ് ചെയ്യാനും ഇടയ്ക്കിടെ ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരേണ്ടി വരും. ഇത് അന്തർവാഹിനികളെ കണ്ടെത്തുന്നത് എളുപ്പമാക്കും. എന്നാൽ ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരുന്നത് കുറയ്ക്കാൻ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനം സഹായിക്കും. അവന്തിയെയും ഈ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടേതായി പ്രവർത്തനത്തിനുള്ള ഇതേ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന അന്തർവാഹിനികൾ ഒന്നും നിലവിൽ ഇല്ല. അതേസമയം ജർമ്മൻ കമ്പനിയുടേതാകട്ടെ ജർമ്മൻ നാവികസേനയുടെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ജർമ്മൻ കമ്പനിയുടെ സാങ്കേതിക വിദ്യയാണ് അനുയോജ്യമായതെന്ന് വിലയിരുത്താൻ കാരണം. ദക്ഷിണ കൊറിയ, ഗ്രീസ്, പോർച്ചുഗൽ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇതേ മോഡൽ അന്തർവാഹിനികൾ ഉപയോഗിക്കുന്നുണ്ട്.